ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിഖിത വിജയൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ഡിജിറ്റൽ സാക്ഷരത പ്രോത്സാഹിപ്പിക്കണമെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു. കോവിഡ് വാക്സിൻ വികസന പുരോഗതി വിലയിരുത്താൻ പ്രധാനമന്ത്രി നാളെ രാജ്യത്തെ 3 ഔഷധ നിർമ്മാണ കേന്ദ്രങ്ങൾ സന്ദർശിക്കും. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 93.65%. കേരളത്തിൽ ഇന്ന് 3966 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 4544 പേർക്ക് രോഗമുക്തി. കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി ഡൽഹിയിലേക്ക് നീങ്ങുന്ന കർഷകർ സമാധാനം പാലിക്കണമെന്ന് പോലീസിന്റെ അഭ്യർത്ഥന. സിഡ്നിയിൽ നടന്ന ആദ്യ ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 66 റൺ വിജയം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ഡിജിറ്റൽ സാക്ഷരത പ്രോത്സാഹിപ്പിക്കാൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു ആഹ്വാനം ചെയ്തു. ആദിശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കേരളത്തിലെ കാലടിയിൽ ആദിശങ്കര ഡിജിറ്റൽ അക്കാദമിക്ക് തുടക്കം കുറിച്ച് വെർച്വൽ സംവിധാനത്തിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനിക വിജ്ഞാന സമൂഹത്തിൽ വിവരങ്ങളാണ് സുപ്രധാന ഘടകമെന്നും അത് വേഗം ലഭിക്കുന്നവർക്കാണ് നേട്ടമുണ്ടാകുന്നതെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. വിവര ലഭ്യതയ്ക്കുള്ള ശക്തമായ ഉപാധിയാണ് ഡിജിറ്റൽ വൽക്കരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കോവിഡ് പ്രതിരോധ മരുന്ന് വികസനത്തിൽ രാജ്യം കൈവരിച്ച പുരോഗതി വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ 3 നഗരങ്ങൾ സന്ദർശിക്കും. അഹമ്മദാബാദ്, ഹൈദരാബാദ്, പൂനെ എന്നിവിടങ്ങളിലെ പ്രതിരോധ മരുന്ന് വികസന കേന്ദ്രങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുക. നാളത്തെ സന്ദർശനവും ശാസ്ത്രജ്ഞരുമായുള്ള ചർച്ചകളും പ്രതിരോധ മരുന്ന് വികസനത്തിലെ നിലവിലെ സ്ഥിതി സംബന്ധിച്ച് കൃത്യമായ ധാരണ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രിയുടെ കാര്യാലയം ട്വിറ്ററിൽ കുറിച്ചു. കോവിഡ് പ്രതിരോധ മരുന്നായ സ്പുട്നിക് 5 സംയുക്തമായി ഉൽപ്പാദിപ്പിക്കാൻ ഇന്ത്യൻ മരുന്ന് കമ്പനിയായ ഹെറ്ററോയും റഷ്യൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടും തമ്മിൽ ധാരണ. പ്രതിവർഷം 100 ദശലക്ഷം ഡോസുകൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാനാണ് തീരുമാനം. അടുത്ത വർഷം തുടക്കത്തോടെ മരുന്നിന്റെ ഉൽപ്പാദനം ആരംഭിക്കുമെന്നും മരുന്നിന്റെ 2-3 ഘട്ട പരീക്ഷണങ്ങൾ ഇന്ത്യയിൽ പുരോഗമിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 43,082 പുതിയ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 93 ലക്ഷം പിന്നിട്ടു. 492 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം 1,35,715 ആയി. 1.46% നിലവിലെ മരണനിരക്ക്. 4.5 ലക്ഷത്തിലേറെ പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 39,000-ലേറെ പേർ രോഗമുക്തി നേടി. 93.65% നിലവിലെ രോഗമുക്തി നിരക്ക്. കേരളത്തിൽ ഇന്ന് 3966 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ ശൈലജ അറിയിച്ചു. 4544 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 39,108 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 10.14% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 23 മരണങ്ങളാണ് ഇന്ന് കോവിഡ്-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 2171 ആയി. 63,885 പേരാണ് ഇനി ചികിത്സയിലുള്ളത്. ലോകത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6,14,00,000 കവിഞ്ഞു. 14,40,000-ലേറെ പേരാണ് ഇതുവരെ രോഗം ബാധിച്ച് മരിച്ചത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ തന്ത്രപ്രധാന സഹകരണം തുടരാൻ ധാരണയിലെത്തി. വിശദാംശങ്ങളുമായി കരോൾ എബ്രഹാം. വ്യാപാരം, നിക്ഷേപം, അടിസ്ഥാന സൌകര്യം, ഊർജ്ജം, ഭക്ഷ്യസുരക്ഷ, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യ UAE തന്ത്രപ്രധാന സഹകരണം ഇരുവരും വിലയിരുത്തി. പ്രാദേശിക അന്താരാഷ്ട്ര സംഭവ വികാസങ്ങളെപ്പറ്റി ചർച്ച നടത്തിയ ഇരു വിദേശകാര്യമന്ത്രിമാരും അന്താരാഷ്ട്ര വിഷയങ്ങളിലെ സഹകരണം തുടരാനും തീരുമാനമായി. കോവിഡ് മഹാമാരിയെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിനായി ഇന്ത്യ സ്വീകരിച്ച നടപടികൾ ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ചയിൽ വിശദീകരിച്ചു. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസകൾ കൈമാറിയ അദ്ദേഹം കോവിഡ് കാലത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് പ്രത്യേക പരിഗണന നൽകിയ UAE ഭരണ നേതൃത്വത്തിനുള്ള നന്ദിയും അറിയിച്ചു. അബുദാബിയിലെ ഇന്ത്യൻ സമൂഹവുമായി വെർച്വൽ കൂടിക്കാഴ്ചയും വിദേശകാര്യമന്ത്രി നടത്തി. മഹാമാരി കാലത്ത് ഇന്ത്യൻ പൌരന്മാരെ സംരക്ഷിക്കാനായി ഇന്ത്യൻ അസോസിയേഷനുകൾ നടത്തിയ പ്രവർത്തനത്തെയും അദ്ദേഹം അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി രാജ്യതലസ്ഥാനത്തേക്ക് നീങ്ങുന്ന കർഷകർ സമാധാനം പാലിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. കർഷകർക്ക് ഡൽഹിയിൽ പ്രവേശിക്കാനും ബുറാഡിയിലെ നിരങ്കാരി സമാഗമം മൈതാനത്ത് പ്രതിഷേധിക്കാനും ഡൽഹി പോലീസ് അനുമതി നൽകി. കർഷക നേതാക്കളുമായി പോലീസ് നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് അനുമതി നൽകിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ലും ബന്ധപ്പെടാം. സിഡ്നിയിൽ നടന്ന ആദ്യ ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 66 റണ്ണിന്റെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 374 റൺസ് നേടി. ഇന്ത്യയ്ക്ക് നിശ്ചിത ഓവറിൽ 308 റൺസ് മാത്രമേ നേടാനായുള്ളൂ. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ആരോൺ ഫിഞ്ചും സ്റ്റീവ് സ്മിത്തും സെഞ്ചുറി നേടി. ഇന്ത്യയുടെ ശിഖർ ധവാനും ഹാർദിക് പാണ്ഡ്യയും അർദ്ധ സെഞ്ചുറി നേടിയെങ്കിലും വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഫിറ്റ് ഇന്ത്യ മിഷൻ 200 കിലോമീറ്റർ വോക്കത്തോൺ മത്സരത്തിൽ പങ്കെടുത്തവരെ ന്യൂഡൽഹിയിൽ കായിക യുവജനക്ഷേമ മന്ത്രി കിരൺ റിജിജു ആദരിച്ചു. ഇവർക്ക് പ്രത്യേക പുരസ്കാരങ്ങളും സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു. ITBP ആണ് പരിപാടി സംഘടിപ്പിച്ചത്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്ന നിബന്ധനകൾ കർശനമായി നടപ്പാക്കാൻ ജില്ലാ കളക്ടർമാർ നടപടികൾ ആരംഭിച്ചു. നിയമം ലംഘിച്ച് സ്ഥാപിച്ചിരിക്കുന്ന ബോർഡുകൾ ആന്റി ഡീഫേസ്മെന്റ് സ്ക്വാഡുകൾ നീക്കം ചെയ്തു തുടങ്ങി. പൊതുസ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പരസ്യം സ്ഥാപിക്കാൻ പാടില്ല. പരിസ്ഥിതി സൌഹൃദ പ്രചരണോപാധികൾ മാത്രമേ പാടുള്ളൂ തുടങ്ങിയ നിർദ്ദേശങ്ങൾ കർശനമായും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കും. നിവാർ ചുഴലിക്കാറ്റ് തമിഴ്നാട്ടിൽ കനത്ത നാശനഷ്ടമുണ്ടാക്കി. 3 പേർ മരിച്ചു. മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കവും മരം വീഴ്ചയും വൈദ്യുതാഘാതവുമാണ് മരണകാരണം. 1600 ഹെക്ടറിലെ നെൽകൃഷിയും വാഴ, നിലക്കടല, മരച്ചീനി കൃഷികളും നശിച്ചു. ചെന്നൈയിലെ വിവിധ സ്ഥലങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് മറ്റന്നാൾ രാവിലെ 11-ന് ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 71ാം അധ്യായമാണിത്. മലയാളത്തിലുള്ള പരിഭാഷയും തുടർന്ന് കേൾക്കാം. വിന്റേജ് മോട്ടോർ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നടപടിയിൽ കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച് ഗതാഗത മന്ത്രാലയം നിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. 50 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങളുടെ രജിസ്ട്രേഷന് അനുവർത്തിക്കേണ്ട നടപടികളാണ് മന്ത്രാലയം തേടുന്നത്. രാജ്യത്തെ പഴയ വാഹനങ്ങളുടെ പൈതൃകം സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാനുദ്ദേശിച്ചാണ് നടപടി. വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉടമകൾക്ക് നോമിനിയെ നിർദ്ദേശിക്കാൻ അവസരമൊരുങ്ങുന്നു. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ ഒരാളെ നാമനിർദ്ദേശം ചെയ്യുന്നതിന് 1989-ലെ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുന്നത് സംബന്ധിച്ച് ഗതാഗത മന്ത്രാലയം പൊതുജനങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ക്ഷണിച്ചു. ഗുജറാത്തിലെ രാജ്കോട്ടിൽ സ്വകാര്യ കോവിഡ് ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 5 പേർ മരിച്ചു. 33 കോവിഡ് രോഗികളുണ്ടായിരുന്ന ആശുപത്രിയിലെ 6 പേരെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി. മറ്റുള്ളവരെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ പ്രധാനമന്ത്രി വേദനയും ദുഃഖവും അറിയിച്ചു. ജമ്മുകശ്മീരിൽ നാളെ നടക്കുന്ന 1ാംഘട്ട ജില്ലാ വികസന കൌൺസിൽ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ KK ശർമ്മ അറിയിച്ചു. കാശ്മീർ ഡിവിഷനിലെ 25 മണ്ഡലങ്ങളിലും ജമ്മു ഡിവിഷനിലെ 18 മണ്ഡലങ്ങളിലുമാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒഡീഷ നിയമസഭാ സമ്മേളനം ഇന്ന് 2ാം ദിവസവും സ്തംഭിച്ചു. 4 മാസം മുൻപ് നയഗഡ് ജില്ലയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ സംരക്ഷിച്ചുവെന്ന ആരോപണത്തിൽ കൃഷിമന്ത്രി അരുൺ സാഹു രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്ത് ഡിജിറ്റൽ സാക്ഷരത പ്രോത്സാഹിപ്പിക്കണമെന്ന് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു. കോവിഡ് വാക്സിൻ വികസന പുരോഗതി വിലയിരുത്താൻ പ്രധാനമന്ത്രി നാളെ രാജ്യത്തെ 3 ഔഷധ നിർമ്മാണ കേന്ദ്രങ്ങൾ സന്ദർശിക്കും. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 93.65%. കേരളത്തിൽ ഇന്ന് 3966 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 4544 പേർക്ക് രോഗമുക്തി. കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി ഡൽഹിയിലേക്ക് നീങ്ങുന്ന കർഷകർ സമാധാനം പാലിക്കണമെന്ന് പോലീസിന്റെ അഭ്യർത്ഥന. സിഡ്നിയിൽ നടന്ന ആദ്യ ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 66 റൺ വിജയം. വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9:00-ന്.